നമസ്കാരം. കൊടുങ്കാറ്റ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് രാവിലെ എനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു അപകടം. വാസ്തവം പറഞ്ഞ 1-2 സെക്കൻഡുകൾ അത് മാറിയിരുന്നെങ്കിൽ എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ കഴിയില്ല. എന്റെ വീടിന്ന് കണ്ണീരിലാവുമായിരുന്നു. അത് അത്ര വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഒരു ആവശ്യത്തിന് ടൗണിലേക്ക് പോകുമായിരുന്നു. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട്, 18-20 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഏകദേശം പകുതി ദൂരം കഴിഞ്ഞപ്പോ ഈ ഒരു ബൈ റോഡ് എന്ന് പറയുമ്പോൾ ഒരു വാഹനം കടന്നു വരുന്ന രീതിയിലുള്ള ഈ തടം പോലത്തെ റോഡ്, അതാണ്. അപ്പൊ ഞാൻ സാധാരണ വാഹനം ഒരു 40 സ്പീഡ്, അധിക സ്പീഡിൽ അങ്ങനെ പോകാറില്ല. 2 വീലറാണ്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ നിയന്ത്രണത്തിൽ മാത്രമേ ഞാൻ വാഹനം ഓടിക്കുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കൊരു നിയന്ത്രണമുണ്ട്. ഒരു 40 ഇന്നൊന്നും ഒരു 40 താഴെ ഉണ്ടായിരുന്നു ഉള്ളൂ. ഇന്നൊരു 40 ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കാരണം അത്ര വിഷമമുണ്ട്. 1-2 സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ. അതിന് കാരണം ഞാൻ ടൗണിലേക്ക് ഉള്ള യാത്രക്കിടയിൽ ഏകദേശം 10-12 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഇനി ഒരു ഏകദേശം ഒരു 6-7 കിലോമീറ്റർ കഴിയുമ്പോൾ ടൗൺ എത്തും. അപ്പോ ഈ സംഭവം നടന്നെന്ന് പറയാൻ പറ്റില്ല, നടന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ സ്ഥലം അതും ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ വാഹനങ്ങളൊന്നുമില്ല. ഞാൻ ഇടത് സൈഡിൽ കൂടെ ഇങ്ങനെ ശരിയായ സ്പീഡിൽ, ഒരു സാധാരണ സ്പീഡിൽ പോവായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ബൈ റോഡിൽ നിന്ന് ഒരു കാറ് വളരെ വേഗത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ അങ്ങനെ ഒരു ഈ ബൈ റോഡിൽ നിന്ന് വന്ന് കയറാൻ കണ്ടില്ല. ഈ ഹൈവേയിലൂടെ ഒക്കെ സ്പീഡിൽ പോണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ബൈ റോഡിൽ നിന്ന് ഇത്രയും വേഗത്തിൽ ഒരു വാഹനം വരുന്നത് ഞാൻ കണ്ടത് ഇന്ന് ആദ്യമായിട്ടാണ്. അത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നു പോയി. കാരണം അത് വാഹനം വന്ന് അതേ സ്പീഡിൽ, അതായത് ബൈ റോഡിൽ നിന്ന് ഒരു വാഹനം മെയിൻ റോഡിൽ വന്ന് അതേ സ്പീഡിൽ അത് ഒരിടവും നോക്കാതെ വണ്ടി പോയി. അപ്പൊ ഞാൻ മെയിൻ റോഡിൽ കൂടെ പോവുകയാണ്. ഞാൻ ടൗണിലേക്ക് പോകാൻ വേണ്ടി മെയിൻ റോഡിലെ ഞാൻ മെയിൻ റോഡേ പോവുകയാണ്. അപ്പൊ ബൈ റോഡിൽ നിന്ന് വന്ന ഒരു കാറ് അമിത വേഗതയിൽ വന്ന് ഒന്നും നിർത്തുകയോ ഒന്നും ചെയ്യാതെ, അവർക്ക് ശരിക്കും പറഞ്ഞാല് ഒന്നും നോക്കുന്നില്ല. ആ വേഗതയിൽ അതായത് ബൈ റോഡിൽ നിന്ന് വന്ന അതേ വേഗതയിൽ മെയിൻ റോഡിൽ കൂടെ ഓടിച്ചു പോയി. അപ്പൊ ശരിക്കും ഞാൻ സ്പീഡ് കുറച്ച് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആ വണ്ടി ഒരു 5 മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് ഞാൻ ആകപ്പാട് എന്ന് വെച്ചാൽ ഇങ്ങനൊരു വിഷമം, ഇങ്ങനൊരു അപകടം, സെക്കൻഡുകളുടെ വില മനസ്സിലാക്കുന്നത് നിന്നാണ്. സെക്കൻഡിന്റെ വില ഞാൻ മനസ്സിലാക്കിയത് നിന്നാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ എനിക്ക് ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നിനും പറ്റില്ല. കാരണം വരുന്നു അതേ വേഗതയിൽ തന്നെ ആ വാഹനം മെയിൻ റോഡിൽ കൂടെ കയറിപ്പോയി. അപ്പൊ ഞാൻ അല്പം സ്പീഡ് കുറച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ നിയന്ത്രണത്തിൽ ഞാൻ ഓടിക്കുന്ന 2 വീലറാണ്. ആ 2 വീലർ എനിക്ക് നിർത്താൻ പറ്റിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ജീവിതം തീരുമായിരുന്നു. അപ്പൊ ആ വാഹനം ഓടിച്ച ഒരാളിന്റെ രൂപം ഒരു വനിതയാണ്. എന്തായാലും ആ വാഹനം ഓടിച്ചത് ഒരു വനിതയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ കാണുന്നവര് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മനുഷ്യരും പോകുന്നത്, അത് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ആരായാലും ഒരു ജീവൻ, അതൊരു ജീവിതമാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി, ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുറത്തു പോകുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടേതല്ലാത്ത തെറ്റുകൊണ്ട്, മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവൻ പൊലിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇന്ന് എനിക്കത് സംഭവിച്ചിരുന്ന എന്റെ കുടുംബം കണ്ണീരിലായാലും. ദയവായി നിങ്ങൾ ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതൊന്നും മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങളെ വീട്ടിലുള്ളവരോട് നിങ്ങൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, സ്വന്തം മക്കളോട് പറയുമ്പോഴോ കൂടപ്പറപ്പുകളോട് പറയുമ്പോഴോ ഇത് ചെയ്യരുത്, ദയവ് ചെയ്ത് ഇത് ചെയ്യരുത്. കാരണം ഓരോ മനുഷ്യരും യാത്ര ചെയ്യുന്നത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എവിടെയെല്ലാം എത്തേണ്ടവരാണ് ഓരോരുത്തരും, എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. പക്ഷേ അതിന് ഒരാള് മനഃപൂർവ്വം അശ്രദ്ധ കൊണ്ട് ഈ വാഹനം കയറ്റി ഇറക്കി കാണുമ്പോൾ, ഈ വാഹനങ്ങൾ ഈ രീതിയിൽ ഓടിക്കുമ്പോൾ, അലക്ഷ്യമായിട്ട് ഓടിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആള് പറഞ്ഞനുസരിച്ച് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. ഏകദേശം 24 വർഷത്തോളം ഞാൻ വാഹനം ഓടിക്കുകയാണ്. ഇന്നുവരെ ദൈവം സഹായിച്ച് ഒരു അപകടവും ഇതുവരെ എനിക്ക് യാതൊരുവിധ അപകടം ഉണ്ടാവുകയും ചെയ്തില്ല. ആരും അപകടത്തിൽപ്പെടുത്തിയതുമില്ല. ഞാൻ ഇന്നുവരെ റോഡില് അഹങ്കരിച്ചിട്ടില്ല. ഞാനിത് പറയാൻ വീണ്ടും ഇങ്ങനെ ഇത്രയും വിഷമത്തോടെ പറയാൻ കാരണം, ഓരോരുത്തരും ഓരോ മനുഷ്യരും പോണത് ഓരോ ആവശ്യത്തിന് വേണ്ടി. ഇപ്പൊ വളരെ വളരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പോണവരുണ്ടാവും, സ്പീഡിന് പോണവർ കാണാം.
പക്ഷെ എന്നാലും നമ്മൾ റോഡിൽ നമ്മൾ പോകുമ്പോൾ അല്പം മറ്റുള്ളവരും ജീവികൾ സഹജീവികളാണ്, ഒരു ജീവനെ പോലും നമ്മൾ ദ്രോഹിക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഇതൊക്കെ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അബദ്ധമല്ല, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയാണ്. കാരണം ബൈ റോഡിൽ നിന്ന് വരുന്ന ഒരാള്, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആള് എനിക്ക് പറഞ്ഞതിലുള്ളത്, ബൈ റോഡിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ മെയിൻ റോഡിലോട്ട്, നമ്മള് ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് വരുമ്പോൾ ആ മെയിൻ റോഡ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് നിർത്തി നോക്കണം, വലത് സൈഡും ഇടത് സൈഡും നോക്കി വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങാവൂ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അവരുടെ സ്ഥാനത്ത്, ആ ആളിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആ വണ്ടി ബൈ റോഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നോക്കും, വലത് സൈഡിൽ നിന്ന് വണ്ടി വരണം നോക്കും, ഇടത് സൈഡിൽ നിന്ന് വണ്ടി വരണം നോക്കും. പ്രധാനമായിട്ട് വലത് സൈഡിൽ നിന്ന് വരണം നോക്കണം, നോക്കിയിട്ട് വേണം വാഹനം മെയിൻ റോഡിൽ ഇറക്കാം. പക്ഷെ ആ വനിത കാണിച്ചത് വളരെ വിഷമമുണ്ടാക്കി, അങ്ങേറ്റം വളരെ വിഷമത്തോട്. കാരണം ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മക്കളോടായാലും കൂടപ്പറപ്പുകളോടായാലും ഒന്ന് പറഞ്ഞ് അവരോട് പറയണം, ഈ രീതിയിൽ ഒരിക്കലും വണ്ടി ഈ രീതിയിൽ ഓടിക്കരുത്, മറ്റൊരാളിനെ ദ്രോഹിക്കരുത്. ഓരോ ജീവനും വിലപിടിപ്പുള്ളതാണ്, വാഹനം വിലപിടിപ്പുള്ളതാണ്, ജീവൻ അതിനേക്കാൾ വിലയുണ്ട്, നമുക്കത് അറിയാം. നമ്മൾ എന്നിട്ടും ദയവ് ചെയ്ത് റോഡിൽ അഹങ്കരിക്കരുത് എന്ന് ഒന്ന് മനസ്സിലാക്കുകയും പറയുകയും വേണം. വളരെ അപൂർവം ചിലരാണ്, വിരലിലെണ്ണാവുന്ന കുറച്ചുപേരാണ് ഇങ്ങനെയുള്ള ഈ അഹങ്കാരം കാണിക്കുന്നത്. ബാക്കി എത്രയോ വനിതകൾ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. എന്റെ വീടിനടുത്തുണ്ട്, എന്റെ ബന്ധുക്കളുണ്ട്, നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന വനിതകൾ ഒരുപാടുണ്ട്, പുരുഷന്മാരും ഉണ്ട്. പക്ഷെ ഈ രീതിയിൽ അഹങ്കാരം കാണിക്കുന്ന വളരെ 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 കുറച്ചു പേര്. പക്ഷെ അവരും കൂടെ നന്നായെങ്കിൽ നമ്മുടെ നാട്, ഓരോരുത്തരുടെയും ശ്രദ്ധ, ഞാനത് വിഷമത്തോടെ പറയുകയാണ്, ദയവ് ചെയ്ത് ഒരാളെയും ദ്രോഹിക്കാതെ വാഹനം ഓടിക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നന്ദി.